മലയാള സിനിമയിൽ എക്കാലവും മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മിക്ക കൂട്ടുകെട്ടുകളും പിറന്നത് സിനിമയിൽ എത്തിയതിനു ശേഷമായിരുന്നു. എന്നാൽ അതിന് അപവാദമായി നിൽക്കുന്ന ചില സൗഹൃദങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദിലീപും നാദർഷയും തമ്മിലുള്ളത്. സിനിമയിലേക്ക് ഇരുവരും കടന്നുവരുന്ന വഴികളും സമാനതകൾ ഏറെയായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ ഇന്നത്തെ ദിലീപാക്കുന്നതിൽ നാദർഷ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പോഴും ദിലീപിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാദർഷ ശക്തമായ സാന്നിധ്യമായി ഒപ്പമുണ്ട്. നാദർഷ കൈപിടിച്ചുയർത്തിയ ദിലീപ് സിനിമയിൽ സൂപ്പർ താരഗണത്തിലേക്ക് ഉയർന്നെങ്കിലും പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത സൗഹൃദം ഇപ്പോഴും ഇവർക്കിടയിൽ നിലനിൽക്കുന്നു. സിനിമയിൽ നാദർഷ എന്ന പേരിന് വ്യക്തമായൊരു സ്ഥാനം ലഭിക്കുന്നത് ഇപ്പോഴാണെങ്കിലും മിമിക്രിയിൽ ഇന്നത്തെ ഒട്ടുമിക്ക താരങ്ങളുടെയും തലതൊട്ടപ്പൻ തന്നെയാണ് നാദർഷ. ദിലീപിന്റെ മിമിക്രിയുടെ പർദീസ എന്ന് വിളിക്കുന്ന കലാഭവനിലേക്ക് കൈപിടിച്ച് ഉയർത്തിയതും നാദർഷയായിരുന്നു. മഹാരാജാസ് കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷമായിരുന്നു ദിലീപ് മിമിക്രിയെ ഗൗരവമായി കാണാൻ ആരംഭിച്ചത്. സ്റ്റേജ് മിമിക്രികളിൽ ശ്രദ്ധേയനായ ദിലീപിന് മറ്റൊരു മേഖലകളിലേക്കുള്ള മാറ്റം സംഭവിക്കുകയായിരുന്നു ദേ മാവേലിക്കൊമ്പത്ത് എന്ന ഓഡിയോ കാസ്റ്റിലൂടെ. ഇതിന് ദിലീപിന് അവസരം ഒരുക്കിയത് നാദർഷയായിരുന്നു. എല്ലാ ഓണത്തിനും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിരിവിരുന്നായിരുന്നു ദേ മാവേലിക്കൊമ്പത്ത്. ദേ മാവേലിക്കൊമ്പത്തിന്റെ 15ഓളം ഭാഗങ്ങൾ പ്രേക്ഷകരിലേക്കെത്തി. ഓഡിയോ കാസറ്റ് രൂപത്തിലെത്തിയ ആക്ഷേപഹാസ്യ പരിപാടിയിലെ പ്രധാനി നാദർഷയും മിമിക്രി താരം അഭിയുമായിരുന്നു. ദേ മാവേലിക്കൊമ്പത്തിന്റെ പ്രമേയം എന്നത് നാട് കാണാനെത്തുന്ന മാവേലിയും അദ്ദേഹത്തിന്റെ ഭൃത്യനുമായിരുന്നു. മാവേലിക്ക് നടൻ ഇന്നസെന്റിന്റെയും ഭൃത്യന് ജഗതി ശ്രീകുമാറിന്റെയും ശബ്ദമായിരുന്നു. ഇതിൽ മാവേലിക്ക് ശബ്ദം നൽകിയത് ദിലീപായിരുന്നു. അത് ദിലീപിനെ മിമിക്രി മേഖലയിൽ ശ്രദ്ധേയനാക്കി. ഒരു കരിയർ എന്ന നിലയിൽ ദിലീപിന്റെ മിമിക്രി ജീവിതം ആരംഭിക്കുന്നത് കലാഭവനിൽ നിന്ന്. കലാഭവനിലേക്ക് ദിലീപിനെ കൈപിടിച്ച് കയറ്റിയത് നാദർഷ. പ്രായം കൊണ്ട് ദിലീപാണ് സീനിയറെങ്കിലും മിമിക്രിയിൽ നാദർഷയാണ് സീനിയർ. പാട്ടെഴുത്തും സ്ക്രിപ്റ്റ് എഡിറ്റിംഗും സ്ക്രിപ്റ്റ് സംവിധാനവുമൊക്കെയായി നാദർഷയ്ക്ക് വ്യക്തമായ സ്ഥാനം കലാഭവനിൽ ഉണ്ടായിരുന്നു. കലാഭവന്റെ മിമിക്രി ട്രൂപ്പുകളിലേക്കുള്ള ഓഡിഷൻ നടക്കുകയായിരുന്നു. നാദർഷയായിരുന്നു അതിന്റെ നേതൃസ്ഥാനത്ത്. ഒരു വിദേശ പരിപാടിക്ക് മുന്നോടിയായി നടത്തിയ ഓഡിഷനായിരുന്നു അത്. അന്ന് ദിലീപിനെ ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കാൻ നാദർഷയുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ആ അവസരം ലഭിച്ചത് കലാഭവൻ മണിക്കായിരുന്നു. 1991 പുറത്തിറങ്ങിയ ഉള്ളടക്കം എന്ന ചിത്രത്തിൽ കമലിന്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു ദിലീപിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം കാസർഗോഡ് കാദർഭായ് എന്ന ചിത്രത്തിലൂടെ നാദർഷയും സിനിമയിലെത്തി. ദിലീപ് പിന്നീട് നടനായപ്പോൾ നിരവധി ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചു. മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് സൗഹൃദം വളർന്നപ്പോൾ കലാജീവിതത്തിന് പുറത്തേക്കും ഇതിനെ അവർ കാത്തുസൂക്ഷിച്ചു. അതിന്റെ ഫലമായിരുന്നു ഇരുവരും ചേർന്ന് ആരംഭിച്ച ദേപുട്ട് എന്ന റെസ്റ്റോറന്റ് ശൃംഖല. ഇരുവരും തമ്മിലുള്ള സൗഹൃദവും വിശ്വാസവും തെളിയിക്കുന്നതായിരുന്നു ഈ സംരംഭം. നാദർഷയുടെ ആദ്യ സിനിമാ സംവിധാനം ചെയ്യുമ്പോൾ ദിലീപ് നായകനാകും എന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ അതിന് വിരുദ്ധമായി പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ എന്നിവരെ നായകന്മാരാക്കിയായിരുന്നു തന്റെ ആദ്യ ചിത്രമായ അമർ അക്ബർ അന്തോണി ഒരുക്കിയത്. എന്നാൽ രണ്ടാമത്തെ ചിത്രമായ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ നിർമ്മാതാവായി ദിലീപ് എത്തി. 2 വർഷത്തോളമായി ദിലീപിന് മലയാള സിനിമയിൽ അത്ര നല്ല കാലമല്ല. സിനിമകളെല്ലാം ഓരോന്നോരോന്നായി പരാജയപ്പെടുന്നു. ഈ അവസരത്തിലാണ് നാദർഷ ദിലീപിനെ നായകനാക്കി സിനിമ പ്രഖ്യാപിക്കുന്നത്. നാദർഷയുടെ 3ാമത്തെ ചിത്രത്തിൽ മമ്മൂട്ടി നായകനാണ് എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സുഹൃത്തിന് വേണ്ടി ആ പ്രൊജക്ട് മാറ്റിവെച്ചിട്ടാണ് പുതിയ ചിത്രം പ്രഖ്യാപിച്ചത്. കാവ്യമാധവനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ദിലീപിന് പ്രേക്ഷക പ്രീതിയിലും കാര്യമായ ഇടിവുണ്ടായി. സിനിമകളുടെ പരാജയവും ദിലീപിന് ശക്തമായ പ്രതിബന്ധമായി മാറി. ഈ അവസരത്തിലായിരുന്നു 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വിദേശ പ്രോഗ്രാം നാദർഷ ആസൂത്രണം ചെയ്യുന്നത്. ദിലീപ് ഷോ എന്ന് പേരിട്ട പ്രോഗ്രാം സംവിധാനം ചെയ്തതും നാദർഷയാണ്. സിനിമയ്ക്ക് അകത്തും പുറത്തും ദൃഢമായ ഈ സൗഹൃദം ആരോപണങ്ങളിൽ നിന്നും മുക്തരല്ല. നിരവധി ആരോപണങ്ങൾ ഇവർക്കെതിരെ പലപ്പോഴായി ഉയർന്നു. എന്നാൽ അതെല്ലാം സിനിമയ്ക്ക് പുറത്തായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സജീവമായി ഇവർ കൊച്ചിയിൽ സമാന്തരമായ ഒരു ഗുണ്ടാസംഘത്തെ വളർത്തുന്നുണ്ടെന്നായിരുന്നു അവയിലെ പ്രധാന ആരോപണം. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരായ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ സൗഹൃദം വീണ്ടും സംസാര വിഷയമാകുന്നു. യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുമ്പോൾ ചില സൂചനകൾ നാദർഷയിലേക്കും വിരൽ ചൂണ്ടുന്നു. കേസിലെ പ്രതിയായ പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൺ നടത്തിയ വെളിപ്പെടുത്തൽ നാദർഷയെക്കുറിച്ചാണെന്ന് അഭ്യൂഹം പ്രചരിച്ചു. ദിലീപിന്റെ സുഹൃത്തായ മിമിക്രിക്കാരൻ എന്നായിരുന്നു ജിൻസൺ എന്ന് പറഞ്ഞത്. 2 ശരീരങ്ങളും ഒരു ആത്മാവും എന്ന് പറയാവുന്നത്ര അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും. ഈ സൗഹൃദത്തെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെയില്ല. വളർച്ചയിൽ മാത്രമല്ല തകർച്ചയിലും ഇരുവരും ഒപ്പമുണ്ട്. ദിലീപ് സിനിമയിൽ താരമായപ്പോഴും നാദർഷ മറ്റു മേഖലകളിൽ സജീവമായിരുന്നു. നാദർഷയുടെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ദിലീപിന്റെ പങ്കാളിത്തം ഇക്കാലങ്ങളിൽ അത്രയും ഉണ്ടായിട്ടുമുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഡിസ്കവറി.